വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ്ചർ ഞാനിവിടെ കാണിക്കുകയാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും, അതായത് ഞാൻ 1-2 ചെടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ആളാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം എനിക്കൊരു 100 ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് ഒരുപാട് ഓരോരോ ദിവസവും നമുക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ബൾക്കായിട്ട് വാങ്ങാതെ ഞാൻ കുറച്ചായിട്ട് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പോട്ടിംഗ് മിക്സിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലൂംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെടി വളരെയധികം ഹെൽത്തിയാണ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പം ഒരു കുഞ്ഞ് ബേബീനെ എങ്ങനെ നമ്മൾ നോക്കണു, ഒരു കുഞ്ഞു വാവനെ നമ്മൾ എങ്ങനെ നോക്കുന്നു, അതുപോലെയാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്ലാന്റ്സിനെ നോക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ക്ലോസ് ടു ഹാർട്ടാണ് എനിക്ക്. അഡീനിയം പറഞ്ഞ ഒരു ഡെസേർട്ട് റോസ് എന്നാണ് അതിന് വേറൊരു പേര്. അപ്പോൾ ഈ ഡെസേർട്ട് റോസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് മാറും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ ഈ സാൻഡും അങ്ങനെയുള്ള കുറച്ച് മിക്സ്ചേഴ്സൊക്കെ കൂട്ടിയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നും നല്ലതാണത്. പക്ഷേ ചില സമയത്തിൽ വല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിലൊക്കെ ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ വേറൊരു നമ്മളിങ്ങനെ എക്സ്പെരിമെൻ്റ് ആണല്ലോ, ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, ഏകദേശം ഞാൻ പറയാന്ന് വെച്ചാൽ ഈ ഒരു ചെടിക്ക് ശരിക്കും ഒരു 50% ഏകദേശം അതിനൊരു ഈർപ്പം വേണം. എന്നാൽ 50% അത്യാവശ്യം നമുക്കത് എന്താ പറയുക, ഒരു ഡ്രൈയും ആവണം. അതായത് നല്ല എയറേഷനോട് കൂടിയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. മെയിനായിട്ട് 4 കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല ഡ്രെയിനേജ് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് നമ്മൾ ഓൾറെഡി നമ്മളെ പോട്ടിംഗ് മിക്സിൽ കൊടുക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നല്ല എയറേഷൻ വേണം. അതായത് നമ്മൾ പോട്ട് ചെയ്യുന്നത്, ഇപ്പം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമ്മളെ മണലും അതുപോലെ തന്നെ കുറച്ച് ഗാർഡൻ സോയിൽ എന്ന് പറഞ്ഞാൽ നല്ല മേൽമണ്ണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമത് ചകിരിച്ചോറ്, അത് ഒരുപാടല്ല, കുറച്ച് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പലതരം ക്ലൈമറ്റ്സ് ആണ്. ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ പോട്ടിംഗ് മിക്സ് മാറ്റുക എന്ന് പറയുന്നത് അതത്ര നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യമേ ചെയ്യുമ്പം നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് ഇപ്പം എല്ലാം തന്നെ പൂവിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിലിപ്പോൾ നമ്മുടെ വിങ്ക ഇതിൻ്റെ അകത്ത് പൂവ് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കുഞ്ഞു പ്ലാന്റ്സും അല്ലാതെ കണ്ടോ, എല്ലാം തന്നെ നല്ല ഗ്രോത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണെന്ന് ഞാൻ പറയും. ഞാൻ ഇതിലും ചെറുതായിരുന്നു പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റിനെ ഇങ്ങനത്തെ ഒരു പോട്ടിലാക്കി ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇതിനാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സൈസിലേക്ക് ആക്കി കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു അഡീനിയം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തന്നെ ഞാനൊരു മണ്ണിൻ്റെ ചട്ടി, പാകമുള്ളൊരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ പ്ലാന്റ് സൈസിനനുസരിച്ച് നോക്കിയിട്ടുള്ളൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലല്ല ഹോൾ ഉള്ളത്, ഇപ്പോൾ ഇത് സൈഡിലാണ് ഹോൾ ഉള്ളത്. ശരിക്കും നല്ലത് അടിയിൽ ഹോൾ ഉള്ളതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ നല്ലൊരു ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടിംഗ് മിക്സ് ആണല്ലോ തയ്യാറാക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് പെർലൈറ്റ് വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ ചെടികൾ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ചൊരു ലൂസായിട്ട് വാങ്ങി വെക്കുക. ഇനിയെല്ലാം ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ്. അതും കൂടാതെ തന്നെ വെർമിക്കുലേറ്റും വളരെ നന്നായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത പോട്ടിംഗ് മിക്സിലൊക്കെ ഇത് ചേർത്തതിന് ശേഷം നല്ല ഇതാണ്, അത്യാവശ്യം നല്ല എയറേഷൻ കിട്ടും അത് കൂട്ടുമ്പോഴേ. ഇനി നമുക്ക് സാൻഡാണ് ഉള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാൻഡും. അതുപോലെ തന്നെ മേൽമണ്ണും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പെർലൈറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മളെ പോട്ടിംഗ് മിക്സ്ചർ ഷെഡ്യൂൾ ചെയ്യാൻ. ചകിരിച്ചോറ് കുറച്ച്, കൗഡും കമ്പോസ്റ്റ്, കൂടാതെ ഞാൻ കുറച്ച് എല്ലുപൊടി കൂട്ടിയിട്ടുള്ളൊരു മിക്സ് ഉണ്ട്. എല്ലുപൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ളത് അതിൻ്റെ അടിയിലായിപ്പോയി. അതുപോലെ തന്നെ ചെമ്മണ്ണും വെർമിക്കുലേറ്റും, ഇതാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തായാലും ഒരു 50% ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ഒരു 50% ഈർപ്പം നിൽക്കുന്ന ഇൻഗ്രീഡിയൻറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ചരലോ അല്ലെങ്കിൽ ഇതുപോലത്തെ മെറ്റൽ സ്റ്റോൺ പീസസ് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. എൻ്റെ കയ്യിലുണ്ട്, ഇല്ലാതെ ആയിപ്പോയി കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതായത് പെർലൈറ്റും വെർമിക്കുലേറ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കും ചെടി. പിന്നെ നല്ലതാണ്, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് നന്നായിട്ട് ഇലകളൊക്കെ വന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം ചെടി വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഏകദേശം ഇങ്ങനെ ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഭയങ്കര വലുപ്പമല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ്. അപ്പോൾ ഈ ഒരു മണ്ണ് ഞാൻ എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു പോട്ടാണ്. അപ്പം എങ്ങനത്തെ മണ്ണാണ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ മണ്ണ് മാറ്റി നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ഇലകളോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ്.
ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചെടികൾ ഒരു ആൻറ്റി ഫംഗൽ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത ശേഷം മാത്രം പോട്ട് ചെയ്യുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക. എന്താണ് കുറച്ചുകൂടി സേഫ് സൈഡ് എന്ന് പറയാൻ. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു 1/2 സ്പൂൺ ടു 3/4 സ്പൂൺ വരെ ആൻറ്റി ഫംഗൽ പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് ഒരുപാട് സമയം ഒന്നും വെക്കേണ്ട കേട്ടോ. ഒന്ന് 2-3 മിനിറ്റ് ഒക്കെ വെച്ചിട്ടൊന്ന് അത് ആ ഒരു ഫംഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ക്ലീൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ അനുവദിച്ചതിൻ്റെ ശേഷം മാത്രം എന്താണ് നമ്മൾ പോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ നമ്മൾ ഓൾമോസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അതായത് നമ്മളെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി എന്താ വേറെ പരിപാടിയൊന്നുമില്ല. ഇത് ഇതായി പ്ലാന്റ് പ്ലേസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം കോഡെക്സ് മുമ്പിൽ വരുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ പ്രാവശ്യം മാത്രം വെള്ളം ഒഴിക്കുക. എപ്പോഴും പുതിയതായിട്ട് നടുന്ന ചെടിക്ക് പിന്നെ ബാക്കിയുള്ള ചെടികൾ നമ്മൾ പറയുമല്ലോ ദിവസം നമ്മൾ വെള്ളം ഒഴിക്കണം ഒന്ന് പിടിക്കണ വരെ. അങ്ങനെ വേണ്ട കേട്ടോ. അല്ലെങ്കിൽ വേര് ഒന്ന് സെറ്റായി കഴിയുന്നവരെ ദിവസം വെള്ളം ഒഴിക്കണം പക്ഷേ അടീന്യത്തിന് അങ്ങനെ വേണ്ട. അടീന്യം ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒന്നും വെള്ളം നനയ്ക്കുക. പിന്നെ ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം പിന്നെ കൊടുത്താൽ മതി. ഇല കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല. ഷെയ്ഡിൽ വെക്കുക. ഒന്ന് ഇലകളൊക്കെ പുതിയത് വന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലത്ത് കൊണ്ട് വെക്കുക. നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ചെടി വരുന്നുള്ളത് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് പറയാണ്. പിന്നെ ഇലകളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കാതിരുന്നാൽ ആ ഗ്രോത്തിന് ഒരു സ്റ്റണ്ടായിട്ട് പോകും. അത് കാരണം നമ്മൾ ഡ്രൈ ആകാൻ അനുവദിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂക്കളും തരും. അതുപോലെ തന്നെ നന്നായിട്ട് ഇലകളും വരും. എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ റെഡൊക്കെ ഫുള്ളായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കേ ഇതിൽ ഫുള്ളും ഇലയില്ല, നിറയെ പൂക്കൾ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ ഇത് കണ്ടോ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെ ഇതൊക്കെ ട്രിപ്പിൾ പെറ്റൽസ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കുഞ്ഞു ബേബി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനതിങ്ങനെ ആക്കി കൊണ്ടുവരികയാണ്. അപ്പം നല്ലൊരു സ്റ്റേജാണ്. എനിക്കതൊരു പഠനമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന പോട്ടിംഗ് മിക്സിൽ പെർലൈറ്റും വെർമിക്കുലേറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ വെർമിക്കുലേറ്റും അതുപോലെ തന്നെ പെർലൈറ്റൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നല്ല എയറേഷന് വേണ്ടിയിട്ടാണ്. അതിന് പകരം ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇന്ന് ഇതില്ല, എന്താ പറയുക, ചരൽ കിട്ടാനില്ല ഇവിടെ. അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം എനിക്ക് ഇത് ഇതായി. അപ്പോൾ മെയിനായിട്ട് നമുക്കൊരു 50-50% ആയിട്ടായിരിക്കണം നമ്മുടെ ഈ പോട്ടിംഗ് മിക്സ്. അതായത് 50% എന്ന് പറയുന്നത് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുന്ന ഒരു മീഡിയം. പിന്നെ 50% പറയുന്നത് ഈ മോയ്സ്ചർ ഇല്ലാത്ത, അതായത് ഈ സാൻഡ്, അതുപോലെ തന്നെ നമ്മൾ ചരൽ, പിന്നെ പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, കൊക്കോപിറ്റ് അടങ്ങിയിട്ടുള്ള ഒരു മിക്സ്ചറിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്യും അല്ലേ. ഒരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്ക് എവിടെയെങ്കിലും പോയി ഏറ്റവും ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഇതിനൊരു കേടും പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും, പക്ഷേ ചെടി നശിച്ചു പോകില്ല ബാക്കിയുള്ള ചെടികളെ കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ചെടികൾ മൊത്തം ടെറസിലാണ്. അതാണ് ഞാൻ ഇപ്പോൾ ടെറസിൽ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാം താഴെയായിരുന്നു. അപ്പോൾ മേലെ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടുന്നത്. സെയിം വേ നല്ല വെയിലും ഉണ്ട്. നല്ല മഴയുള്ള സമയത്തൊക്കെ കൊണ്ട് മഴയത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒരെണ്ണം കാണിച്ചില്ല. നമ്മൾ എന്തൊക്കെ പോട്ടിംഗ് മിക്സിൽ വെച്ച് അതൊക്കെ ശരി തന്നെ, പക്ഷേ ചിലപ്പോൾ നമുക്കിതാ ഇങ്ങനെയും സംഭവിക്കാം. അതായത് ഇതിപ്പോൾ കണ്ടോ, നല്ല ഓൾറെഡി ഈ ഒരു സീഡ്ലിംഗ് എന്ന് പറയുന്നത് നല്ല വെള്ളം, അതായത് ഇങ്ങനെ ഇതിൻ്റെ കോഡെക്സ് കുറച്ച് ഇങ്ങനെ ഞെങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നേരെ പോട്ടിലേക്ക് വെക്കേണ്ട ശരിക്കും. അപ്പം ഡ്രൈ ആയി വിടുക. ജസ്റ്റ് ഇങ്ങനെ പോട്ടിലൊന്നും വെക്കേണ്ട, അങ്ങനെ ഒരു വെയിലത്ത് ഇങ്ങനെ ഡ്രൈ ആക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ ഇതുപോലെ ആയിപ്പോകും. അപ്പോൾ ഏത് പോട്ടിംഗ് മിക്സിൽ വെക്കുന്നത്, നമ്മൾ എന്ത് പോട്ടിംഗ് മിക്സ് വെക്കുന്നോ, നമ്മൾ ഏത് ടൈപ്പ് പോട്ടിംഗ് മിക്സ് അത് നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിലതിൽ കൂടുതൽ ചകിരിച്ചോറും ചിലപ്പോൾ കൂടുതൽ കൗഡൻ കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വെള്ളമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര വെള്ളം അതിന് കൊടുക്കണം. വേറെ ഒന്നുമില്ല, ഡ്രൈ ആയാൽ മാത്രം കൊടുക്കുക. അപ്പം നമുക്ക് എന്നാൽ മറിച്ച് അത് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയാലും ചിലപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേജിലേക്ക് വരും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേജിലേക്ക് വരും. കണ്ടോ, ഇതിലിപ്പം ഭയങ്കര ഡ്രൈ ആണ് ഇതിൻ്റെ മണ്ണ്. അത് അന്ന് എനിക്ക് ചകിരിച്ചോറ് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തീരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇലകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന് വല്ല വളം, അതായത് കുറച്ച് എന്തെങ്കിലും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളം കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇത് കാണുന്ന പോലെ ഇലകളും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഭംഗിയാകും. ഇതിപ്പോൾ നമ്മളെ എറാബിക്ക എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഞാൻ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ മൂപ്പരെന്തായി ഇലകളൊക്കെ കൊഴിഞ്ഞ് അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെ പോട്ടിംഗ് മിക്സ് എന്തായിരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള എന്താണ് ഒരു വെള്ളം ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.